നമസ്കാരം സുഹൃത്തുക്കളെ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ടെക്നോ ഷാനിക് മലയാളം യൂട്യൂബ് ചാനൽ. ഞാൻ ഷാനിക്. സുഹൃത്തുക്കളെ, ഒരു മണിക്കൂർ ജോലി ചെയ്തുകൊണ്ട് $100 വരെ അല്ലെങ്കിൽ 10,000 രൂപയുടെ അടുത്ത് വരെ ഇന്ത്യൻ മണിയിൽ നമുക്ക് സമ്പാദിക്കാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും സാധിക്കും, അതും ഓൺലൈനിലൂടെ തന്നെ. സോ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ടും ഈ 100% ലെജിറ്റ് വെബ്സൈറ്റിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ടും നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക. സോ നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങാം. സുഹൃത്തുക്കളെ, ഈ വീഡിയോ ഞാൻ മെയിനായിട്ട് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂഷ്വലായിട്ട് ഞാൻ ഇങ്ങനത്തെ വീഡിയോസിലേക്ക് അധികം കൈ കടത്താറില്ല. കൂടുതൽ നമ്മൾ ടോപ്പിക് എക്സ്പ്ലനേഷനോടെ ഞാൻ നിർത്താറാണ് പതിവ്. ഈ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഈസ്റ്റർ എഗ് തന്നെ പറയാം. കാരണം ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ദിവസം തന്നെ ഞാൻ നമ്മൾ യൂഷ്വലി ചെയ്യുന്ന ഒരു വീഡിയോ കൂടി ചെയ്യുന്നതായിരിക്കും. ഇത് മോർണിംഗിൽ ചെയ്തതിന് ശേഷം വൈകുന്നേരം നമ്മുടെ യൂഷ്വൽ വീഡിയോ വരുന്നതായിരിക്കും. സോ ഈ വീഡിയോയുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്തായാലും 10-15 ദിവസം വീട്ടിൽ ചുമ്മാതിരിക്കാനുള്ളത്. അപ്പോൾ വെറുതെ നെറ്റ് തീർത്ത് അത് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് വാട്സപ്പ് ചെയ്ത് ചാറ്റ് ചെയ്ത് ഫേസ്ബുക്കിൽ അത് ആ പരിപാടി നിർത്തിയിട്ട് കുറച്ച് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മണിക്കൂർ പോലും വർക്ക് ചെയ്ത് തന്നെ $100 നേടാനായിട്ട് സാധിക്കും. എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന വെബ്സൈറ്റിൻ്റെ പേര് ലിസ്റ്റ്വേഴ്സ് എന്നാണ്. കുറേ പേർക്ക് അറിയാം, അറിയാത്ത പേര് അതിലേറെ ഒരുപാടുണ്ടാവും. സോ എൻ്റെ ഈ വീഡിയോ കാണുന്നവർക്ക് ലിസ്റ്റ്വേഴ്സ് എന്നുള്ള വെബ്സൈറ്റിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞിരിക്കാനും അതിനെക്കുറിച്ച് കൂടുതൽ വർക്ക് ചെയ്ത് അതിൽ നിന്നും പണം സമ്പാദിക്കാൻ സാധിക്കുമെന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യം തന്നെ ലിസ്റ്റ്വേഴ്സ് ഒരു അമേരിക്കൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റാണ്. ആ വെബ്സൈറ്റിൽ കൂടുതലായിട്ടും ആർട്ടിക്കിൾസ് ആണ്, കൂടുതലല്ല മൊത്തം ആർട്ടിക്കിൾസ് മാത്രമാണ് പബ്ലിഷ് ചെയ്യുന്നത്. അതിൽ മെയിനായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 3000 വേർഡ്സ് ആണ്. ഞാൻ പണ്ട് എൻ്റെ ഒരു ഓർമ്മ കൃത്യമാണെങ്കിൽ ഏകദേശം 3000 വേർഡ്സ് വേണ്ടി വരും ഒരു ആർട്ടിക്കിളിന്. ആർട്ടിക്കിൾ നമുക്ക് യൂഷ്വലായിട്ട് അറിയാമല്ലോ, നമ്മളൊരു ടോപ്പിക്കിനെ കുറിച്ച് ഒരു ഹെഡിങ് കൊടുക്കുന്നു, അതിനൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നു, പിന്നെ മാറ്റർ എഴുതുന്നു, പിന്നെ അതിൻ്റെ കൺക്ലൂഷൻ. ഇതാണ് നമ്മുടെ യൂഷ്വലായിട്ടുള്ള ഒരു ആർട്ടിക്കിൾ. പക്ഷേ ഇതിലുള്ള ആർട്ടിക്കിളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്തിനെക്കുറിച്ച് എഴുതുകയാണെങ്കിലും അതിൽ ടോപ്പ് 10 വേണം. ഇപ്പോൾ നിങ്ങൾ ഒരു മൊബൈൽ ഫോണിനെ കുറിച്ച് ആർട്ടിക്കിൾ എഴുതുകയാണ്, ജസ്റ്റ് ഒരു എക്സാമ്പിളിന് പറയാം. ഒരു മൊബൈൽ ഫോണിനെ കുറിച്ച് എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഈ ആർട്ടിക്കിൾ അല്ലെങ്കിൽ ലിസ്റ്റ്വേഴ്സിനുള്ള വെബ്സൈറ്റ് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ട ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടോപ്പ് 10 മൊബൈൽ ഫോൺസ് ഇൻ ഇന്ത്യന്നോ ഇൻ വേൾഡെന്നോ ഇൻ 2018 അങ്ങനെ പറഞ്ഞിട്ട് ആദ്യം ഒരു മൊബൈലിന് പേര് എഴുതുക, അതിനെക്കുറിച്ച് എഴുതുക, അങ്ങനെ രണ്ടാമത്തെ മൊബൈൽ, അങ്ങനെ 10 മൊബൈലിനെ കുറിച്ച് എഴുതുമ്പോഴേക്കും നിങ്ങളുടെ ഏകദേശം എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ 3000 വേർഡ്സിന് അടുത്ത് ഉണ്ടാവാനാണ് സാധ്യത. അത്രയും വേർഡ്സിലുള്ള ഒരു ആർട്ടിക്കിൾ എഴുതിയതിന് ശേഷം നിങ്ങൾ ലിസ്റ്റ്വേഴ്സിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് അതിനെ അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 1 ഡേ സമയമെടുക്കും അതിനൊന്ന് മൊത്തം റീഡ് ചെയ്തിട്ട് അപ്രൂവൽ ആവോ ഇല്ലയോ എന്നുള്ളത്. ഞാനൊരു കാര്യം ആദ്യം തന്നെ പറയാം, പ്ലേഗരിസ് അവർ എന്തായാലും ചെക്ക് ചെയ്യും. സോ നിങ്ങൾ മറ്റുള്ള വെബ്സൈറ്റിൽ നിന്ന് കോപ്പി അടിക്കുകയോ അല്ലെങ്കിൽ ആ വെബ്സൈറ്റിലുള്ള അങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും പിടിക്കപ്പെടും. നിങ്ങൾക്ക് ചെയ്യാം, റെഫറൻസ് എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇൻസ്പയർ ആവാം. അപ്പോൾ ഈ വെബ്സൈറ്റിലത്തെ ടോപ്പിക്കാണ് ടോപ്പ് 10 ആനിമൽസ് ഇൻ ദ വേൾഡ്. ആ വെബ്സൈറ്റിലത്തെ ഐഡിയ ഇഷ്ടപ്പെട്ടു, പക്ഷേ സ്വയം നിങ്ങൾ തന്നെ എഴുതേണ്ടി വരും. ആ എല്ലാ സാധനവും എടുക്കാം, പക്ഷേ നിങ്ങളുടെ സ്വയം ഐഡിയയിൽ എഴുതുക. എന്നതിന് ശേഷം റെഫറൻസിൽ ആ വെബ്സൈറ്റ്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ $100 ഒരു മണിക്കൂർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏൺ ചെയ്യാൻ സാധിക്കും. ചുമ്മാ ഇരിക്കുന്ന നേരത്ത് ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ നോക്കുക, നിങ്ങളുടെ ഓൺ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക, അപ്രൂവ് ആയിക്കോട്ടെ. ഇല്ലെങ്കിൽ ഇപ്പം എന്താണ്, നമുക്ക് സമയം വേസ്റ്റ് ഒന്നും ഇല്ലല്ലോ, ചുമ്മാ കിടക്കുന്ന നേരത്തെ ഉണ്ടാക്കിയിടുക. പിന്നെ ഞാൻ ഇതിൽ എഴുതിയിട്ടുണ്ടോ എന്ന് കഴിഞ്ഞാൽ തീർച്ചയായും എഴുതിയിട്ടുണ്ട്. എൻ്റെ ഇംഗ്ലീഷ് അത്രയും നല്ലതായതുകൊണ്ടാണോ എന്ന് അറിയില്ല, ഏകദേശം ഞാനൊരു എൻ്റെ ഐഡിയ കറക്റ്റ് ആണെങ്കിൽ ഒരു 10-15 ആർട്ടിക്കിൾ, ഇപ്പോഴല്ല 2017-ലോ 18 സമയത്ത് ഒരു 10-15 ആർട്ടിക്കിൾ കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി ഇരുന്ന് എഴുതി പല വെബ്സൈറ്റുകളിൽ നിന്ന് റെഫറൻസ് എടുക്കും, റെഫറൻസ് ലിങ്ക് കൊടുക്കും. അതിനുശേഷം നമ്മുടെ ഓൺ വേർഡ്സിൽ തന്നെ ഒരുപാട് എഴുതി ഓരോ ദിവസം അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ ആ 15 ആർട്ടിക്കിളും ഡിസപ്രൂവ് ആയി, പുറന്നുള്ള ഒരു റിജക്ട് ചെയ്തു. കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ അതിൽ പ്ലേഗരിസം ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ ഉപയോഗിക്കുന്നതിൽ കുറച്ചൊക്കെ പുറത്ത് തന്നെ എടുക്കും. സോ എൻ്റെ ഇംഗ്ലീഷ് മോശമായതുകൊണ്ടാണെന്ന് അറിയില്ല. അതുമല്ലാതെ അവർക്ക് ഭയങ്കര ലിമിറ്റേഷൻ ഉണ്ട്. ഒരു ദിവസം 3-4 ആർട്ടിക്കിളെ പുതിയതായിട്ട് ഒരു പബ്ലിഷ് ചെയ്യത്തുള്ളൂ. സോ ഒരു ദിവസം തന്നെ ഒരുപാട് ആർട്ടിക്കിൾ അപ്ലൈ ചെയ്യുന്നതിൽ അർത്ഥമില്ല. ഒരു ദിവസം ഒരെണ്ണം വെച്ച് അപ്ലൈ ചെയ്യുക, നല്ല നല്ല ആർട്ടിക്കിൾസ് അപ്ലൈ ചെയ്യുക, നല്ല നല്ല ടോപ്പിക്കിനെ കുറിച്ച് അപ്ലൈ ചെയ്യുക. അതിൽ അധികം ഇല്ലാത്ത ടോപ്പിക്സിനെ കുറിച്ച് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഹോണ്ടഡോ എന്ത് വേണമെങ്കിലും ആവും നിങ്ങൾക്ക് ടോപ്പിക്, അതിനെക്കുറിച്ച് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇത് അപ്രൂവൽ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതും $100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ എമൗണ്ട് അല്ല, നമുക്കറിയാം. ചുമ്മാ ഇരുന്നിട്ട് $100 നേടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പണിയെടുക്കേണ്ടി വരും. പക്ഷേ അപ്രൂവൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ആർട്ടിക്കിൾസ് പിന്നീട് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ കിട്ടും. സോ ഇതിലൂടെ തന്നെ നിങ്ങൾക്ക് ഒരു നല്ല ഏണിങ്സ് ഇനി എപ്പോഴത്തേക്കും ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഈ 10-15 ദിവസത്തെങ്കിലും നിങ്ങൾക്ക് ഇത് ചെയ്യാമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിനെക്കുറിച്ച് ചെയ്യാനായിട്ട് ശ്രമിച്ചത്. ഇത് ഫേക്ക് ആയിട്ടുള്ള ഒരുപാട് വെബ്സൈറ്റുകളിൽ നിന്ന് പണം ഉണ്ടാക്കാന്ന് പറയുന്നതിനേക്കാളും ഇത് എല്ലാവരും ഉപയോഗിച്ചിട്ട് ഒരുപാട് പേർക്ക് ഏണിങ്സ് കിട്ടിയ ഒരു വെബ്സൈറ്റാണ്. അതുകൊണ്ട് തന്നെ ട്രസ്റ്റഡ് ആയിട്ടുള്ളത് തന്നെയാണ് ഞാനത് ഉറപ്പായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്യുന്നത്. സോ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ അല്ലെങ്കിൽ ലിസ്റ്റ്വേഴ്സ് എന്ന വെബ്സൈറ്റിനെ കുറിച്ചിട്ടും അതിൽ നിന്ന് എങ്ങനെ ഏണിങ്സ് നേടാമെന്നുള്ള വെബ്സൈറ്റ് കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ പേയ്മെൻറ്റ് ഫുള്ളും പേപ്പൽ വഴിയാണ് നടത്തുന്നത്. അതൊന്നും പിന്നെ നമ്മളിപ്പോൾ സംസാരിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ ആദ്യം ജോലി ചെയ്ത് പേയ്മെൻറ്റ് എടുക്കൂ. സോ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾ സുഹൃത്തുക്കളുമായി വീഡിയോ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്ന ശരി ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, സൗജന്യമാണ്. സോ ഞാൻ അടുത്തൊരു വളരെ തന്നെ വരും. അതുവരെ ഗുഡ് ബൈ.